നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന ശ്രീ ശിവശങ്കരൻ എന്ന ആളുടെ പേരാണ്. സാധാരണക്കാരിലേക്ക് പോലും ഇങ്ങനെ ഒരു തസ്തികയുണ്ട്, മുഖ്യമന്ത്രിയോളം തന്നെ പ്രാധാന്യമുള്ള ഒരാള് ആണ് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ശിവശങ്കരന്റെ സ്വപ്ന സുരേഷുമായിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. അപ്പോൾ പെട്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖം ശിവശങ്കരന്റെയാണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്നത് രത്തൻ കേൽക്കർ എന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം IAS എഴുതിയെടുത്ത് IAS ഉദ്യോഗസ്ഥനായി. നിലവിൽ അദ്ദേഹം ചീഫ് ഇലക്ഷൻ ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം ഔദ്യോഗികമായി വഹിച്ച സ്ഥാനങ്ങളെല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടി കഴിവും കരുത്തും തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പോസ്റ്റാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ആര് വരും എന്നുള്ള ചർച്ച കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിരവധി ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നിരുന്നു. ഒടുവിലാണ് ഇദ്ദേഹത്തിന് നറുക്ക് വീണത്. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിൽ കളക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. മെഡിക്കൽ മിഷൻ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രത്തൻ കേൽക്കർ.